ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ സാറ്റർഡേ എപ്പിസോഡായിരുന്നല്ലോ ബിഗ് ബോസ് സീസൺ 6-ൻ്റെ. പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് തീരെ സുഖം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. പക്ഷേ നല്ലൊരു എപ്പിസോഡായിരുന്നു. ഞാൻ എപ്പിസോഡൊക്കെ ഫുള്ള് കണ്ടു കേട്ടോ. അതിൽ കൂടുതലും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ജാസ്മിൻ ജാഫറിൻ്റെയും അവരെ ഗബ്രിയുടെയും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് ലാലേട്ടൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുക എന്നുള്ളതാണ്. കാരണം പ്രൊമോ വീഡിയോയിൽ നമ്മൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവർ ഏഷ്യനെറ്റ് കാണിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ കുറേ പ്രതീക്ഷിച്ചു. എന്നാൽ മുമ്പത്തെ സീസണിൽ കുറേ പ്രതീക്ഷിച്ചിട്ട് നമുക്കൊന്നും തരാത്ത പോലെയല്ല. പ്രതീക്ഷിച്ചതിൻ്റെ ഒരു 75% ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ വീട്ടിലത്തെ എല്ലാ മെമ്പേഴ്സിൻ്റെയും അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണെന്നത്, ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്നത് ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്നത് ജാസ്മിൻ്റെ ഫാദറിന് അസുഖമായതിനു ശേഷം എന്ത് കോളാണ് ജാസ്മിന് വന്നത്, അതിൽ അവർ തമ്മിൽ സംസാരിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ്, പുറമെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടന്നോ എന്നുള്ളതൊക്കെയാണ്. അതായത് എല്ലാവരും അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന് മാത്രം എന്തൊരു പ്രിവിലേജ് ഏഷ്യനെറ്റ് കൊടുത്തു എന്നുള്ളതാണ്, ബിഗ് ബോസ് കൊടുത്തു. മറ്റുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ്, മുമ്പത്തെ സീസണിലുള്ള കണ്ടസ്റ്റൻസ് വളരെ നെഗറ്റീവ് അടിച്ചിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ്, ഇപ്പോൾ ആര്യ ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ മഞ്ജു പത്രോസ്, അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഈ ബിഗ് ബോസിനകത്ത് വന്നതിന് ശേഷം പുറത്തേക്ക് വന്നപ്പോൾ ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. അതൊന്നും അവരറിയുന്നില്ല. അവരവിടെ കളിക്കുന്നുണ്ട്. പിന്നെ പുറമേ വന്നതിന് ശേഷം അവർ ഇത്രയധികം അവർക്ക് സൈബർ അറ്റാക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് അങ്ങനെ എത്ര അറ്റാക്ക് ഉണ്ടായിട്ട് പോലും അവർ വീട്ടുകാരെ കൊണ്ടൊന്നും ഫോൺ വിളിപ്പിക്കുകയോ മറ്റൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. പിന്നെ ജാസ്മിൻ്റെ ഉപ്പയെ കൊണ്ട് വിളിപ്പിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സന്ദർഭം ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകളുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് മാനുഷിക മൂല്യം വിലയിരുത്തി കൊണ്ടാണ് ബിഗ് ബോസ് അങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുത്തു എന്നാണ് പറഞ്ഞത്. അത് സാറ്റർഡേ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് എല്ലായിടത്തും ഇങ്ങനെ ഒരു ബിഗ് ബോസിനെതിരെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ബിഗ് ബോസിന് പറയാനുള്ളത്. ബിഗ് ബോസ് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെ ഒരു പ്രതികരണം നമ്മൾ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് ഇതുവരെ കണ്ടില്ല. ബിഗ് ബോസ് ഒരുപാട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അത് മാനുഷിക പരിഗണന, അങ്ങനെയാണെങ്കിൽ എത്രയോ ആളുകൾക്ക് മാനുഷിക പരിഗണന കൊടുക്കേണ്ടിയിരുന്നു അതിൻ്റെ. അപ്പോൾ അതെന്തായാലും വിടാം. എന്തായാലും ഉപ്പയ്ക്ക് അസുഖമായിട്ടാണ് ജാസ്മിൻ പോയത് എങ്കിൽ അവർ തമ്മിൽ സംസാരിച്ചതിൻ്റെ 2 മിനിറ്റ് സംസാരിച്ചുള്ളൂ എങ്കിൽ പോലും ആ 2 മിനിറ്റ് എന്താണ് സംസാരിച്ചു ഇത് എന്നറിയാനായിട്ട് പ്രേക്ഷകർക്കും അത് പുറത്തു വിടാനുള്ള ഒരു ഉത്തരവാദിത്വം ഏഷ്യനെറ്റിനും ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുവിധം പ്രേക്ഷകരെല്ലാവരും പറയുന്നത് തന്നെയാണ്. എന്തിനാണ് പേടിക്കുന്നത്, ഏഷ്യനെറ്റ് എന്തുകൊണ്ട് പേടിക്കുന്നു? ഈ 2 മിനിറ്റ് അവർ സംസാരിച്ച മകളെ എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ്, നീ നന്നായി കളിക്കൂ, ഇത്രയൊക്കെയാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളതെന്നാണ് പറയുന്നത്. അത് പുറത്ത് വിടട്ടെ അല്ലേ. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ വിടുമെന്നൊന്നും നമുക്കറിയില്ല, സൺഡേ എപ്പിസോഡിൽ വിടുമെന്ന് നമുക്കറിയില്ല. എന്തായാലും സാറ്റർഡേ എപ്പിസോഡിൽ അത് ഉണ്ടായിരുന്നില്ല. അത് ആരും അറിയണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ സൈബർ അറ്റാക്കൊക്കെ വരാനായിട്ട് ഒരുപാട് കളിക്കാർ ഇനി അവർ മുന്നോട്ട് കളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരുപാട് ബിഗ് ബോസ് ഇപ്പോൾ സീസൺ 6-ലെ കണ്ടസ്റ്റൻസിനൊക്കെ ഇതുപോലെ സൈബർ അറ്റാക്കൊക്കെ വരുമ്പോൾ ഇവരിങ്ങനെ വീട്ടുകാരെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കുമോ? ഇല്ലല്ലോ, എന്തായാലും സംസാരിക്കും. അതിപ്പോൾ ജാസ്മിൻ ജാഫറിന് എന്തൊരു പ്രിവിലേജ് കൊടുത്തപ്പോൾ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് എന്തായാലും അച്ഛന് അറ്റാക്ക് വന്നു എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് പോലും ആയിട്ടില്ല. അദ്ദേഹത്തിന് ഇനിയും ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു അടുത്ത മാസം അങ്ങ് ചെക്കപ്പ് ചെയ്യണമെന്ന്. എന്നിട്ട് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു യൂട്യൂബ് ചാനലിൽ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിശക്തമായിട്ട് തന്നെയാണ് അദ്ദേഹം യൂട്യൂബ് ചാനലേഴ്സിന് അതുപോലെ റിവ്യൂ ചെയ്യുന്നവർക്കൊക്കെ എതിരെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലെന്തോ ഒരു കള്ളക്കളി ഉള്ളതുപോലെ തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഏഷ്യനെറ്റിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റാണ്. ഞാൻ ഒരിക്കലും ജാസ്മിൻ്റെ കുടുംബക്കാരെ ഒന്നും പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സംസാരിക്കണമെന്ന് പറഞ്ഞു, അവരെ കൊണ്ട് സംസാരിക്കുക. ആ സംസാരിച്ച കാര്യം എന്താണെന്നുള്ളത് പുറത്തു വിടാനുള്ളത് ഏഷ്യനെറ്റിൻ്റെ ഒരു ബാധ്യതയാണ്. പിന്നെ എപ്പിസോഡിലേക്ക് വരികയാണെങ്കിൽ ലാലേട്ടൻ എല്ലാവരോടും ചോദിച്ചു, ഇവർ എപ്പോഴും ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു ഇതാണല്ലോ എല്ലാവരും. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയധികം അറ്റാച്ച്മെൻറ്റും 24 hours കൈ പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ എന്നുള്ളത് പ്രേക്ഷകരുടെ ഇടയിലും അതിൻ്റെ ഉള്ളിലുള്ള മെമ്പേഴ്സിനും ഒക്കെ അങ്ങനെ അഭിപ്രായമുണ്ട്. അപ്പോൾ ലാലേട്ടൻ സ്വാഭാവികമായിട്ട് അത് ചോദിച്ചപ്പോൾ എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് തോന്നിയത് എന്ന് വെച്ചാൽ അർജുൻ പറഞ്ഞൊരു കാര്യമാണ്, ഇതൊരു റിസോർട്ടൊന്നുമല്ല, ഹണിമൂൺ ആഘോഷത്തിന് വേണ്ടി വന്നതൊന്നുമല്ലല്ലോ. നമ്മളിങ്ങനെ ഇവിടെ എല്ലാവരും ഒരു ഗെയിം അല്ലേ ആയിട്ട് വന്നതാണ്. ആ ഗെയിം കളിക്കുക,
അതിനിടയ്ക്ക് വരുന്ന വഴക്കും അതൊക്കെ സ്വാഭാവികം. പക്ഷേ ഈ 24 hours ഒരു ഗെയിമിനും ഉൾപ്പെടാതെ കിച്ചണിലെ വർക്കിലും പോയി അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഒരു ബെഞ്ചുണ്ട് അവിടെ പോയി ഇന്ന് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നല്ലൊരു ഗെയിമായിട്ട് തോന്നുന്നില്ല എന്ന രീതിയിലാണ് സംസാരിച്ചത്. എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങളായിരുന്നു. എല്ലാവരും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി തമ്മിലുള്ള സൗഹൃദമൊക്കെ ഉണ്ടാവും, പക്ഷേ ഇത് ഒരു അതിരുവിട്ട ഒരു സൗഹൃദമായിട്ടാണ് തോന്നുന്നത്. അതുപോലെ അൻസിബയുടെ ഒരു അഭിപ്രായം വളരെ വാല്യുബിളായിട്ട് എനിക്ക് തോന്നി. കാരണം ഫ്രണ്ട്ഷിപ്പൊക്കെ ആവാം, പക്ഷെ നമ്മളത് എവിടെ എപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്കൊരു ബോധ്യം വേണം എന്നുള്ള രീതിയിലാണ് അൻസിബയൊക്കെ പറഞ്ഞത്. ഏറ്റവും വലിയ ചങ്കയുള്ള റസ്മിൻ പോലും അതിന് സപ്പോർട്ടീവ് ആയിരുന്നില്ല എന്നാണ് ഇന്നലത്തെ എപ്പിസോഡ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ എൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ റോക്കി അവിടുത്തെ ഒരു പ്രോപ്പർട്ടി നശിപ്പിച്ചില്ല. ബിഗ് ബോസിൻ്റെ ഒരു പ്രോപ്പർട്ടി ഇടിച്ച് ഒരു ചുമലിടിച്ചിട്ട് അത് തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാര്യം ലാലേട്ടൻ ചോദിച്ചു. അപ്പോൾ എന്തായാലും ഒരു പ്രോപ്പർട്ടി നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പണിഷബിൾ തന്നെയാണ്. റോക്കി ആയാലും ആരാണെങ്കിലും അത് പണിഷ്മെൻറ്റ് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ലാലേട്ടൻ പറഞ്ഞു. പക്ഷേ അതിൽ ഏറ്റവും രസമായത് എന്തുകൊണ്ട് റോക്കി അങ്ങനെ ഒരു പ്രൊവോക്ഡായി അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു വീഡിയോ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് പ്ലേ ചെയ്തു. അത് ഗബ്രിയും ജാസ്മിനെ ഇരുന്ന് കളിയാക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയുന്നത് എല്ലാം തന്നെ അവിടെ പ്ലേ ചെയ്തു. അപ്പോഴാണ് ഇവർ രണ്ടുപേരും ഗെയിം എല്ലാവർക്കും മനസ്സിലായത്. അപ്പോൾ ഗബ്രി പറയുന്നത് വെറുതെ ഞങ്ങളങ്ങനെ ഇരിക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു, പാവം വന്ന് ഞങ്ങളെ ത്രട്ടൺ ചെയ്തു, അവൻ്റെ ഒരു സ്വഭാവമാണ് അങ്ങനെ ത്രട്ടൺ ചെയ്ത് ഞങ്ങളെ ഇടിക്കാൻ വരുന്നതൊക്കെ അവൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ലാലേട്ടൻ എടുത്ത് ചോദിക്കുന്നുണ്ട് വെറുതെ അങ്ങനെ വന്നതാണോ, ഒരു കാര്യമില്ലാണ്ട് വെറുതെ വന്ന് ഗബ്രീനെ ഉപദ്രവിക്കാൻ വന്നു. അപ്പോൾ ആദ്യം ഗബ്രി അതേ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ വീഡിയോ പ്ലേ ചെയ്യാന്നുണ്ട്. ഇത് പ്ലേ ചെയ്തതിന് ശേഷം ഗബ്രിയുടെ മുഖമൊക്കെ ഉണ്ടല്ലോ ആകെ ഒരു ചമ്മി നാറിയിരിക്കുകയായിരുന്നു. ജാസ്മിനെ ഇടയ്ക്ക് ആവാനായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതൊന്നും അയ്യോ ഞാനൊന്നും അറിയാത്തവൻ ഞങ്ങളത് പാവങ്ങളാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഇമേജൊക്കെ ഇട്ട് ഇങ്ങനെ ഇളിഞ്ഞ് ചിരിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇവർ പ്രൊവോക്ക് ചെയ്തതിന് ശേഷമാണ് റോക്കി ശരിക്കും പ്രൊവോക്ഡ് ആയത്. ശരിക്കും ബിഗ് ബോസിൽ അങ്ങനെ ഒരു പ്രൊവോക്ഡ് ആവാൻ പാടില്ല. നമ്മൾ നല്ല സെൽഫ് കൺട്രോളോടുകൂടി കളിക്കണം. കാരണം ആ ഒരു ഇടി അവന് മുഖത്തോ എവിടെയെങ്കിലും ഇടിച്ചിരുന്നെങ്കിൽ അതും പറഞ്ഞ് വേണമെങ്കിൽ റോക്കിയെ പുറത്താക്കാൻ ഗബ്രിക്ക് സാധിക്കുമായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഭയങ്കര വെൽ കൺട്രോൾഡ് ആയിരിക്കണം. പലവരും പ്രൊവോക്ക് ചെയ്യാൻ വരും. നമുക്ക് വാക്കുകൾ ചിലപ്പോൾ നമ്മൾ നിയന്ത്രിക്കാതെ ചില അസഭ്യങ്ങൾ വന്നെന്ന് വരും. അതൊക്കെ നമ്മൾ നിയന്ത്രിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നിയന്ത്രിച്ച് കളിക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ് ബിഗ് ബോസ് വിന്നർ ആവുള്ളൂ എന്നാണ് ലാലേട്ടൻ പറയുന്നത്. നമുക്ക് പ്രേക്ഷകർ ഇപ്പോൾ ഒരു 6 സീസൺ ആയാലും ഇത് 6 സീസണിൽ നമുക്ക് മനസ്സിലായ കാര്യം ഇത് തന്നെയാണ്. പിന്നെ മരമണ്ടനാണ് ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞിട്ടിരുന്ന ജിൻഡോയുടെ എന്ന് പറയുന്ന ഉയർച്ചയാണ് സത്യം പറയുകയാണെങ്കിൽ ലാലേട്ടൻ എടുത്ത് കാണിച്ചത്. ജിൻഡോയ്ക്ക് ഒരുപാട് അപ്രീസിയേഷൻ കൊടുത്തു. അത് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരാൾക്ക് അതിൽ ആരാണ് മണ്ടൻ എന്ന് അങ്ങനെയൊന്നും കൊടുക്കാനേ പാടില്ലായിരുന്നു. എന്നിട്ട് മണ്ടൻ ഇന്നയാളെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും മണ്ടൻ എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് പവർ റൂമിലേക്ക് ഇപ്പോൾ പോകുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജെന്യുവിനിറ്റി എല്ലാവർക്കും മനസ്സിലായി. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിയലാണ് ശരിക്കും പറഞ്ഞാൽ ജിൻഡോ അവിടെ നിൽക്കുന്നത് റിയലായിട്ടാണ്. അത് തന്നെ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. അദ്ദേഹം പറയുന്ന കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും എല്ലാം ജെന്യുവിനായിട്ടാണ്. അതായത് എനിക്ക് ബിഗ് ബോസ് ഒരു സ്ക്രീൻ സ്പേസ് കിട്ടണം എന്നുള്ള രീതിയിൽ ജിൻഡോ ഒന്നും തന്നെ അവിടെ കാണിക്കുന്നില്ല. അതാണ് പ്രേക്ഷകർ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഇതുണ്ട്. അപ്സരും അതുപോലെ ശ്രീതും കൂടെ ജിൻഡോയ്ക്ക് ഒരു ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഇത് നമ്മൾ കണ്ടാണ്. അതിൽ ജിൻഡോ കളിക്കുന്നതും പിന്നെ അതിനെ ബിഗ് ബോസ് അപ്രീഷിയേറ്റ് ചെയ്യണം നമ്മൾ കണ്ടു. അപ്പോൾ അപ്രീഷിയേഷന് ശേഷം ജിൻഡോ വീണ്ടും ആ സ്റ്റെപ്പ് ഇട്ടിട്ട് അതിനൊന്ന് പൊലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ലാലേട്ടന് വളരെ രസകരമായിട്ട് തോന്നിയപ്പോൾ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ സൺഡേത്തെ എപ്പിസോഡിൽ ജിൻഡോയുടെ ഒരു ഡാൻസ് പെർഫോമൻസ് എന്തായാലും കാണിക്കണം എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അതിന് ഏർപ്പാടാക്കി ഇരിക്കുന്നത് അപ്സരേനെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അപ്സര ചോദിക്കുന്നുണ്ട് ഞാനും കൂടെ കളിച്ചോട്ടെ ലാലേട്ടൻ. അപ്പോൾ ജിൻഡോ സമ്മതിക്കുകയാണെങ്കിൽ കളിച്ചതാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പോൾ അത് നല്ല ഇന്നത്തെ എപ്പിസോഡിൽ അത് വരികയാണെങ്കിൽ വളരെ രസകരമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പവർ റൂമിനെ കുറിച്ചാണ് ലാലേട്ടൻ ചോദിച്ചത്. അവരുടെ പവർ അവർ ശരിക്കും ഉപയോഗിച്ചു അതോ അവർ മോശമായിരുന്നു പവർ റൂമിൻ്റെ മെമ്പേഴ്സിൻ്റെ പെർഫോമൻസ് എന്നാണ് ചോദിച്ചത്. എല്ലാവരും പറഞ്ഞത് വളരെ മോശമായിരുന്നു എന്ന് തന്നെയാണ്. സത്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പവർ റൂമിൽ അവർക്കൊരു എന്താ പറയുക എല്ലാവരും തമ്മിലുള്ള ഒരു ചേർച്ച ഉണ്ടായിരുന്നില്ല. അവർ തമ്മിലും ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു, ഒത്തൊരുമ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം തന്നെ അവർ തന്നെ സമ്മതിച്ചു. അവർ തമ്മിൽ ഒരു ചേർച്ച. കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് എടുക്കേണ്ട ഒരു ഡിസിഷനിൽ അവർക്ക് എടുക്കാൻ പലപ്പോഴും പറ്റില്ല. ഒരു നോമിനേഷൻ ആണെങ്കിൽ പോലും ഒരു ശിക്ഷ വിധിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും അവർക്ക് ഒരു ഒത്തൊരുമ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ജാൻമണി ആണെങ്കിൽ പിണങ്ങിപ്പോകുന്നു, ജാൻമണി പിണങ്ങിപ്പോകും, അതെല്ലാവരും കാണുന്നു. പിന്നെ ശ്രീരേഖയുടെ ഒരു അഭിപ്രായം ശ്രീരേഖ തുറന്നു പറഞ്ഞു, ശ്രീരേഖ പോകുന്നു. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 വ്യക്തികൾ ഭയങ്കരമായിട്ടുള്ള ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ്. അതായത് ജാസ്മിനും ഗബ്രിയും
ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ്. അവരുടെ അഭിപ്രായം മറ്റുള്ളവർക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് ശരിക്കും ശ്രീരേഖയ്ക്കും ജാൻമണിക്കൊക്കെ തോന്നിയത് അവരുടെ അഭിപ്രായങ്ങൾക്കൊന്നും ഒരു വിലയില്ല. അതുകൊണ്ടാണ് അവരത് പിണങ്ങി പോയിട്ടുള്ളത്. അങ്ങനെ അവരുടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന 2 പേരെ ഇതിലേക്ക് അഭിപ്രായത്തിലോട്ട് വരുന്ന ഒരാൾ എന്ന് പറയുന്നത് യമുന റാണി മാത്രമേ ഉള്ളൂ. പിന്നെ നിഷാനേനെ അവിടുന്ന് പുറത്താക്കിയ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ശരിക്കും ശ്രീരേഖ അത് ലാലേട്ടൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് വളരെ നന്നായെന്നാണ് നമുക്ക് എല്ലാവർക്കും തോന്നിയ ഒരു കാര്യമാണ്. 5ാം സ്ഥാനത്ത് അതുവരയ്ക്ക് ഗബ്രി വരും. ഗബ്രി ഒരു ത്യാഗം ചെയ്ത് പുറത്തു പോയിട്ട് ജാസ്മിനെ ഉള്ളിൽ കടത്തുന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഗബ്രി അതിൻ്റെ ഉള്ളിൽ നിൽക്കുകയും ചെയ്ത് ജാസ്മിൻ അതിനകത്ത് വരും ചെയ്ത് ഒന്നും അറിയാത്ത നിഷാനെ പുറത്തു പോവുകയും ചെയ്തു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നിഷാനെ എലിമിനേഷനിൽ റൗണ്ടിൽ വരികയും അങ്ങനെ എലിമിനേറ്റായി പുറത്തു പോവുകയും ചെയ്തത്. ഇന്നലെ ഒരാൾ എലിമിനേറ്റായി പോയി, അത് നിഷാനെയാണ്. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഈ ഒരു പ്ലേ ആണ്. അതൊരു ഗെയിമായിട്ട് എടുക്കാം, നമുക്ക് യാതൊന്നും പറയാൻ പറ്റില്ല. അവരത് പറഞ്ഞു, എല്ലാവരും ജാസ്മിനുള്ളിൽ കയറ്റി നിഷാനെ പുറത്ത് ചാടിച്ചു. പക്ഷെ നിഷാനെ പുറത്ത് ചാടിയെങ്കിലും നിഷാനെ നന്നായിട്ട് കളിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിച്ചിട്ടില്ല. നിഷാനെ നല്ല പോലെ കളിക്കാനായിട്ട് സാധിച്ചില്ല. കോമണറായിട്ട് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ കിട്ടിയിട്ട് അത് എന്താ പറയുക വളരെയധികം മോശമായിട്ട് കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളില്ലേ വെളുക്കോളം വെള്ളം കോരിയിട്ട് കൊണ്ട് കലോടയ്ക്കുക എന്ന് പറയില്ലേ, അതേപോലെയാണ് എനിക്ക് തോന്നിയത്. ഇത്രയധികം ആൾക്കാർ ആഗ്രഹിച്ച് പുറത്ത് നിൽക്കുകയാണ് ബിഗ് ബോസിനൊന്നും കയറി പറ്റാൻ. അപ്പോൾ ബിഗ് ബോസ് കൊടുത്ത ഒരു കണ്ടസ്റ്റൻറ്റ് സെലക്ട് ചെയ്തിട്ടാണ് നിഷാൻ അങ്ങോട്ട് പോകുന്നത്. എന്നിട്ട് നിഷാൻ അത് യൂട്ടിലൈസ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അതിനകത്ത് ചെന്നിട്ട് എനിക്ക് എന്താണ് ഞാനിവിടെ ബോൾ പറക്കാൻ വന്നതെന്നാണ് വിചാരിച്ചതെന്നൊക്കെ പറയുമ്പോൾ തന്നെ അവിടെ ആൾക്കാർ വിലയിരുത്തി വോട്ട് പിന്നെ കിട്ടില്ല. അതിനുള്ളിൽ ആൾക്കാർക്ക് തന്നെ അവരെ കുറിച്ചുള്ള ഇതൊരു മതിപ്പില്ലാതെ പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയാതാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. രശ്മി എന്ന് പറയുന്നത് ഇപ്പോൾ ഗബ്രിയുടെയും ജാസ്മിനും കൂടെ പറ്റി നിന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവരെ കൂടി നിൽക്കുന്നു. 2 ഇതിലും എല്ലാവരുടെ മിങ്കിൾ ചെയ്യാനൊരു കഴിവ് റസ്മിൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് റസ്മിൻ എല്ലായിടത്തും ഉള്ളതുപോലെ എല്ലാവർക്കും തോന്നുന്നു. നിഷാനയ്ക്ക് അത് പറ്റിയത്. നിഷാന അവിടെ വരുന്നു, എല്ലാവരുടെ വെറുതെ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അല്ല നിഷാനയുടെ ആയിട്ടുള്ള യാതൊന്നും തന്നെ ബിഗ് ബോസിൽ കാണാൻ നമുക്ക് സാധിച്ചില്ല. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. എന്തൊക്കെയോ പറയണമെന്നുണ്ട്, എന്തൊക്കെയോ പ്ലേ പുറത്തെടുക്കണമെന്നുണ്ട്, പക്ഷെ ഒന്നും സാധിക്കാത്തൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് സിജോനെ തോന്നുന്നത്. ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, പക്ഷേ സിജോയ്ക്ക് പ്ലാനൊന്നും പുറത്തങ്ങ് വർക്കൗട്ട് ആവുന്നില്ല എന്നാണ്. ഇനി വരും എപ്പിസോഡിൽ എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. വരും ദിവസങ്ങളിൽ സിജോ കയറി വരുമോ എന്നൊന്നും എനിക്കറിയില്ല. കയറി വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അർജുനാണ്. അർജുൻ വളരെ കുറച്ച് സംസാരിക്കുള്ളൂ, പക്ഷേ പറയുന്ന കാര്യങ്ങൾ കട്ടായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമ്മളുടെ റോക്കി എന്ന് പറഞ്ഞാൽ പ്രൊവോക്കിംഗ് ആണ്. റോക്കിയുടെ ഗെയിം വേറെ ലെവലാണ്. പ്രേക്ഷകർ കൂടുതൽ ഇഷ്ടം അങ്ങനത്തെ പ്ലെയേഴ്സിനെ ആയിരിക്കും. കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ജെന്യുവിനിറ്റി ഉണ്ട്. പക്ഷേ ഈ പ്രൊവോക്കേഷൻ ഒരുപാട് ഇങ്ങനെ സ്ത്രീകളെ അടിക്കാൻ ചെല്ലുന്നു, ഒച്ചയും ബഹളം എടുക്കുന്നു, അത്രയും വരുമ്പോൾ ചിലപ്പോൾ അത് നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ജാൻമണിയുടെ കാര്യമാണ്. ജാൻമണി കോമഡി വർക്കൗട്ട് ചെയ്യാൻ കുറേ ശ്രമിക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു, അഭിപ്രായങ്ങളൊന്നും ഒരു ഉറച്ച അഭിപ്രായങ്ങളില്ല. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്കിതാണ് അഭിപ്രായം, പക്ഷെ അതിൽ ഉറച്ചു നിൽക്കാനായിട്ട് ജാൻമണിക്ക് പറ്റുന്നില്ല. ഫൈനലായിട്ട് വരുമ്പോൾ അപ്പോൾ ജാസ്മിൻ്റെയും അതുപോലെ തന്നെ ഗബ്രിയുടെയും അഭിപ്രായത്തിലേക്ക് അങ്ങ് ചാഞ്ഞു പോവാണ് ജാൻമണി ചെയ്യുന്നത്. അതില്ലാതെ സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇതേപോലെ എൻ്റർടൈൻ ചെയ്ത് പോകാൻ പറ്റണം ജാൻമണി ഒരുപാട് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. സുരേഷ് യാതൊരു കാര്യമില്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം പക്ഷേ അദ്ദേഹം ഒരുപാട് ദൂരം പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ അദ്ദേഹം എലിമിനേറ്റ് ആയിട്ടില്ലെങ്കിൽ ഉറപ്പായുള്ള കാര്യമാണ് അദ്ദേഹം ഒരുപാട് എപ്പിസോഡ് നമുക്ക് ഇനിയും കാണാം, അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ അവിടെ നിൽക്കുന്നത് കാണാം. കാരണം എല്ലാവർക്കും അയ്യോ ഒരു പാവൻ ചേട്ടൻ, അയ്യോ പാവൻ അമ്മാവൻ, അദ്ദേഹത്തിന് ഒന്നും പറയണ്ട. അതുകൊണ്ട് നോമിനേഷനിലൊന്നും അദ്ദേഹം വരുന്നത് എനിക്ക് തോന്നുന്നില്ല, അടുത്തൊന്നും വരുന്നത് എനിക്ക് തോന്നുന്നില്ല. നല്ല നല്ല പ്ലെയേഴ്സ് എല്ലാവരും പോയതിന് ശേഷം ഇയാളിങ്ങനെ വലിച്ച് ചിരിയായിട്ട് അതിനുള്ളിൽ ഇരിക്കുന്നത് കാണാൻ പറ്റും. കുറച്ച് ഏഷ്യനെറ്റിന് അദ്ദേഹത്തിനോട് ഒരു എന്താ പറയുക പ്രത്യേക ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ലാലേട്ടൻ ഇടയ്ക്ക് വിളിച്ചിട്ട് ഓരോ പണികളൊക്കെ കൊടുക്കുന്നത്, നവരസങ്ങൾ ചെയ്യാൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ. അങ്ങനെ ഒരാൾ വ്യക്തിയെ നമുക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ലല്ലോ. അതിനേക്കാളും ഭേദം നമ്മുടെ എലിമിനേറ്റായി പോയ രതീഷായിരുന്നു. ഭയങ്കര അനോയിങ് ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ നമുക്ക് അതായത് ഒരു ബിഗ് ബോസ് ഒരു പറയില്ലേ ബിഗ് ബോസിലേക്ക് പറ്റിയ ഒരു കണ്ടസ്റ്റൻ്റ് നമുക്ക് പറയാം. അപ്പോൾ പറ്റാത്ത ഒരാളെ നമുക്ക് പറയേണ്ടി വരും അല്ലേ, അത് ഋഷിയാണ്. എനിക്ക് തോന്നിയത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകും ഈ ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് വിചാരിച്ചു. ഋഷിയുടെ ഗ്രാഫ് താഴോട്ടാണ് പോകുന്നത്. ഋഷിയുടെ യാതൊന്നുമില്ല, ഒരു പാവം കുട്ടി എന്നുള്ള ഇമേജിലാണ് നിൽക്കുന്നത്. ഇപ്പം നമുക്ക് കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടൊരു ബ്ലെസ്ലി ഉണ്ടായിരുന്നു. ബ്ലെസ്ലിയുടെയൊക്കെ പോലെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ
ഒന്നുമില്ല, ഒരു പ്ലേ എടുക്കാനില്ല, കരഞ്ഞോട് നടക്കണം അതിൻ്റെ ഉള്ളിൽ. അതിന് വേണ്ടിയിട്ട് ഋഷി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് പ്രതികരിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ശരിയായ രീതിയിലല്ല അദ്ദേഹം പ്രതികരിക്കുന്നത്. ഭയങ്കര വോയിസ്, ഭയങ്കരമായിട്ട് ഒച്ചയും ബഹളം എടുത്തുകൊണ്ടുള്ള പ്രതികരണം, അങ്ങനെയല്ല വേണ്ടത്. എന്നാൽ കാമായിട്ട് സൈലൻ്റായി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം അവിടെ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നില്ല. പിന്നെ പറയേണ്ടത് അൻസിബയെ കുറിച്ചാണ്. അൻസിബയെ കുറിച്ച് പറയുകയാണെങ്കിൽ അൻസിബയ്ക്ക് ഇപ്പോൾ കുറച്ച് സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെയാണ്, പക്ഷെ അത് നേരിട്ട് വന്ന് പറയാനായിട്ട് പറ്റില്ല. അവിടെ ഇവിടെ ഒക്കെ ഓരോരുത്തരോട് പറഞ്ഞു പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, പക്ഷെ അത് അവരുടെ വായിൽ നിന്ന് പറയേണ്ട ആളുടെ അടുത്ത് പറയണം. അല്ലാതെ മറ്റുള്ള കണ്ടസ്റ്റൻസിനോടാണ് അൻസിബ കൂടുതലും ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് അൻസിബ ഒന്ന് കുശുമും കുന്നായ്മയും പറയുന്ന രീതിയിലോട്ട് മാറിപ്പോകുന്നു എന്ന് തോന്നുന്നു. അതല്ലാതെ സ്വന്തം അഭിപ്രായം തുറന്ന് ആരോടാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ആളോട് പറഞ്ഞാൽ അൻസിബയുടെ ഗ്രാഫ് അങ്ങ് ഉയരും. ഇതേപോലെയാണ് രണ്ട് സൗന്ദര്യധാമങ്ങളുണ്ടല്ലോ, ഒരു ശ്രീതും അർജുനും. അതായത് കുറേ ആൾക്കാർക്ക് ഈ സൗന്ദര്യം നോക്കിയിട്ടൊക്കെ വോട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് ശരി തന്നെയാണ്. ശ്രീത്തൊക്കെ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇങ്ങനെ വലിയൊരു ടി വിയാണ്, അതിൽ വലിയൊരു മുഖമായിട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാവരും ഇരുന്ന് നോക്കി പോകുന്ന ഒരു തരം മുഖമാണ് ശ്രീത്തുവിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചിലപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ചിലപ്പോൾ വോട്ട് ചെയ്തെന്നായിരിക്കും. അതുപോലെ തന്നെ അർജുൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. കുറേ യങ്സ്റ്റേഴ്സ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. പിന്നെ അർജുനൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ കാണുന്നുണ്ട്, ശ്രീതുവിന് ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നില്ല. ഇനിയിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് ഇനി എപ്പോഴത്തേക്കാണ് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത് അപ്പോഴേക്കും അടുത്ത കണ്ടസ്റ്റൻസ് ഒക്കെ കയറിപ്പോവും. അതുകൊണ്ട് കാരണം റോക്കിനും ശ്രീതുവിനും അതുപോലെ അർജുനും റോക്കിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോണ്ടല്ലോ, റോക്കിയുടെയൊക്കെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവരൊപ്പം എത്താനായിട്ട് ഇനി ഒരുപാട് കളിക്കേണ്ടി വരും. അപ്പോൾ തുടക്കത്തിൽ നല്ല രീതിയിൽ കളിച്ച് ഓരോ ഡേ നല്ല പോലെ കളിച്ചാൽ തന്നെയാണ് 100 ഡേയ്സൊക്കെ ഫൈനലൊക്കെ എത്താൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അടുത്തത് ഇനിയിപ്പോൾ എലിമിനേഷൻ റൗണ്ടിൽ, ഇന്നത്തെ എലിമിനേഷൻ റൗണ്ടിൽ ആര് പോകണമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു സുരേഷ് പോകണമെന്നാണ് ഞാൻ പറയാം. സുരേഷിന് വേണ്ട, ശരിക്കും അങ്ങനെ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് അങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റ് കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല. ഒരു കണ്ടൻറ്റും ഇല്ലാന്നേ, എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കൊടുക്കണ്ടേ. ഇപ്പോൾ ഞാൻ പറഞ്ഞ വഴക്കിടുക എന്നുള്ളതല്ല, എന്തെങ്കിലും ഒരു അഭിപ്രായം വരുമ്പോൾ സ്വന്തമായുള്ള അഭിപ്രായം തുറന്ന് പറഞ്ഞ് തൻ്റേതൊരു അഭിപ്രായം. ഇപ്പോൾ ശ്രീരേഖയൊക്കെ ഉണ്ട്, ശ്രീരേഖ സ്വന്തം അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, യമുന സ്വന്തം അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ ഡിസിഷൻസ് എടുക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ഗബ്രീനെയും അതുപോലെ തന്നെ ജാസ്മിൻ്റെയും ഒരു എന്താ പറയുക സ്ലേവ് പോലെ നിൽക്കുന്നത് ഈ യമുന. അവിടെയൊക്കെയാണ് തെറ്റ്. അല്ലെങ്കിൽ വേറെ ഇപ്പോൾ വീട്ടിലെന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതായിരുന്നു സാറ്റർഡേത്തെ ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇനിയിപ്പോൾ സൺഡേ ഇന്ന് ഒരു എലിമിനേഷൻ കൂടി ഉണ്ടാവുമെന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ സുരേഷ് ആവണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ വ്യക്തിയെ ഇനി പിടിച്ചാൽ കിട്ടില്ല. കാരണം ആരും നോമിനേറ്റ് ചെയ്യുന്നില്ല. നോമിനേഷനിൽ ഇദ്ദേഹം വരുന്ന കാര്യം കുറവായിരിക്കും. പ്രേക്ഷകർ ഇനി അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട്